പുരാതന കാലത്ത് ഐസ്ക്രീം വിറ്റ് നിങ്ങൾക്കൊരു കോടീശ്വരനാകാൻ കഴിയുമോ? ആദ്യ ദിവസം നിങ്ങളൊരു പെട്ടി കുൽഫിയുമായി ചുട്ടുപൊള്ളുന്ന വെയിലിലിരുന്നു. പുകയുന്ന ഐസ് കണ്ട് നിങ്ങൾ മേഘങ്ങളെ പിടിച്ചുകൊണ്ടുവന്നുവെന്ന് ആളുകൾ കരുതി. ഒരു കടി കഴിച്ച് അവർ സമാധാനത്തോടെ കണ്ണുകൾ അടച്ച് വിളിച്ചു പറഞ്ഞു, ഇത് ഹൃദയം തണുപ്പിക്കുന്ന മാന്ത്രിക വിദ്യയാണെന്ന്. മൂന്നാം ദിവസം രാജ്യം മുഴുവൻ ബഹളമായി. ഒരു ഐസ്ക്രീമിന് പകരമായി വൻകിട വ്യാപാരികൾ സ്വർണ്ണ നാണയങ്ങൾ ചൊരിയും. നിമിഷങ്ങൾക്കകം നിങ്ങളൊരു സമ്പന്നനായ ബിസിനസ്സുകാരനായി മാറും. അപ്പോൾ നിങ്ങളുടെ വീട് വജ്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് നിറയും. ഒരാഴ്ച കഴിയുമ്പോൾ രാജകുമാരിമാർ ഐസ്ക്രീമിനായി കരയാൻ തുടങ്ങും. രാജാവ് നിങ്ങൾക്ക് ഹിമശില്പി എന്ന പദവി നൽകി സ്വർണ്ണസിംഹാസനത്തിൽ ഇരുത്തും. അപ്പോൾ നിങ്ങളായിരിക്കും രാജ്യത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. 2 ആഴ്ച കഴിയുമ്പോൾ പഴയ സർബത്ത് വിൽപ്പനക്കാർ ദേഷ്യപ്പെടുമ്പോൾ അപകടം വരും. അവരുടെ ചൂടുള്ള സർബത്തിപ്പോൾ ആരും തൊട്ടുനോക്കുന്നില്ല. ഈ ഐസ് കഴിച്ചാൽ മനുഷ്യന്റെ ഹൃദയം കല്ലായി മാറുമെന്ന് അവർ കിംവദന്തി പരത്തും. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ കൃത്രിമ തണുപ്പ് രാജ്യത്ത് ഭയങ്കരമായ വരൾച്ചയ്ക്ക് കാരണമാകുമെന്ന് ജ്യോത്സ്യന്മാർ അവകാശപ്പെടും. സൈനികർ വന്ന് നിങ്ങളുടെ ഐസ് പെട്ടികളെല്ലാം തകർക്കുകയും പ്രകൃതിവിരുദ്ധ കുറ്റത്തിന് നിങ്ങളെ ഇരുമ്പുകൂട്ടിലടയ്ക്കുകയും ചെയ്യും. അന്തിമഫലം, കടുത്ത ചൂടിൽ ഐസ് ഉരുകി വെള്ളമാകുമ്പോൾ രാജകുമാരിമാർക്ക് ഐസ്ക്രീം ലഭിക്കാതെ വരും. അപ്പോൾ രാജാവ് കോപത്തോടെ കൽപ്പിക്കും, ഒന്നുകിൽ നാളെയോടെ കൊട്ടാരം മുഴുവൻ മഞ്ഞു മൂടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് കല്ലുകെട്ടി നടുനദിയിൽ മുക്കിക്കൊല്ലും. ഐസ്ക്രീം വെച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ അതോ നദിയിൽ മുങ്ങി മരിക്കുമോ എന്ന് ഇപ്പോൾ കമന്റിൽ അറിയിക്കുക.